കോരിച്ചൊരിയുന്ന മഴയെ നേരത്തെ അവസാനിപ്പിക്കാമെന്നു നനയ്ക്കാനും പ്രകൃതിക്കാവില്ല. പ്രകൃതിയുടെ ലീലാവിലാസങ്ങൾക്ക് വിധേയമാകുന്ന സൃഷ്ടികളെപ്പോലെ പ്രകൃതിയും അപ്രവചനീയവും അനശ്വരവുമായ ശക്തിക്ക് വിധേയമാണ്. ശക്തിക്ക് വിധേയമാകാമെന്നല്ലാതെ ശക്തിയെ വിധേയമാക്കാൻ ഒന്നിനുമാവില്ല. പ്രകൃതിക്ക് പോലും പ്രപഞ്ചപ്രവാഹങ്ങളിൽ ഇടപെടാൻ കഴിയാതിരിക്കെ നിസ്സാരരിൽ നിസ്സാരരായ നാം മനുഷ്യർക്ക് അതെങ്ങനെ സാധിക്കാനാണെന്നാണ് ഗുരു ചോദിക്കുന്നത്. അതിനാൽ അഹന്താധിഷ്ഠിതമായ ധാർഷ്ട്യങ്ങളിൽ മുഴുകി ക്ഷീണിതരാകാതെ പ്രപഞ്ചശക്തിക്ക് വിധേയരായി അവരവർക്കാവുന്ന കർമ്മങ്ങളിൽ സൗമ്യരായി വ്യാപരിക്കാനാണ് ഗുരു പറയുന്നത്. വിനയാന്വിതവും സമർപ്പിതവുമായ അത്തരം ജീവിതം തനിക്കും ലോകർക്കും എത്രമാത്രം ഗുണകരമായി ഭവിക്കുമെന്ന് അവിടെ നമുക്ക് അനുഭവിക്കാനാകും. സമഷ്ടികളായ സമഷ്ടികൾക്കെല്ലാം അന്തർധാരയായി ഒഴുകുന്ന പ്രപഞ്ചശക്തിയുടെ സൗമ്യ വഴികളിലേക്ക് സ്വയം വിട്ടുകൊടുത്തൊഴുകുന്നവർ താമസം വിനാ അതുമായി ലയിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. വ്യക്തി താൽപ്പര്യങ്ങളുടെ ഇരുൾ കയങ്ങളിൽ നിന്നുമുണർന്ന് വിശ്വവിശാലമായ പ്രപഞ്ചാവബോധത്തിലേക്ക് സ്വയം ഒഴുകലാണ് വഴി. അവിടെ അഹന്തയുടെ മുൻമുലകൾ വഴിയിൽ തടസ്സമായി വരാതിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൺമുന്നിൽ വിടർന്നു നിൽക്കുന്ന സർവപ്രപഞ്ചത്തെയും മറയ്ക്കാൻ ഒരു മൺതരി കണ്ണിൽ വീണാൽ മതി. അതുപോലെയാണ് നാം ചിന്തിച്ചുറപ്പിച്ചിട്ടുള്ള ധാരണകൾ പ്രപഞ്ചശക്തിയെ മറച്ച് ഇരുൾമറയായി തുടരുന്നത്. നന്മ നിറഞ്ഞ ഹൃദയത്തോടെ ജീവിതത്തെ ഒഴുകാൻ അനുവദിച്ചാൽ എല്ലാ തടസ്സങ്ങളും കൊഴിഞ്ഞു വീഴും. നന്മയുടെ സജീവ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ നവീകരിക്കും. എന്നാൽ സ്വതാൽപര്യങ്ങളുടെ സാക്ഷാത്കാരത്തെയാണ് ലക്ഷ്യമാക്കുന്നതെങ്കിൽ വഴിയിൽ നിന്ന് അകന്നകന്നു പോകുമായിരിക്കും ഫലമെന്ന് അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രപഞ്ചശക്തിയിൽ ചരിക്കുന്നവർക്ക് സുഖദുഃഖങ്ങളും ലാഭനഷ്ടങ്ങളും മാനാപമാനങ്ങളുമെല്ലാം പ്രപഞ്ചശക്തിയുടെ മായാവിലാസങ്ങൾ മാത്രമാണ്. തിരശ്ശീലയിൽ മിന്നിമറയുന്ന ചലച്ചിത്രം പോലെയേ അവരവർ അതനുഭവിക്കുന്നുള്ളൂ. അവരുടെ ശ്രദ്ധ ശാന്തവും നിശ്ചലവുമായ പ്രപഞ്ചശക്തിയിൽ നിന്നും വ്യതിചലിക്കാത്തതിനാൽ അലമാലകൾക്കൊപ്പം അവർ കറങ്ങിത്തിരിയുന്നില്ല. നമ്മുടെ സ്ഥിതി അങ്ങനെയല്ല. നമുക്ക് നഷ്ടം വരുമ്പോൾ നാം നഷ്ടത്തെയല്ല അനുഭവിക്കുന്നത്, നഷ്ടത്തെ പ്രതിയുള്ള വേദനയെയാണ്. നമുക്ക് ലാഭം വരുമ്പോൾ ലാഭത്തെയല്ല നാം അനുഭവിക്കുന്നത്, ലാഭത്തെ പ്രതിയുള്ള സുഖത്തെയാണ്. നഷ്ടം എന്ന അനുഭവത്തെ വിട്ട് അതുണ്ടാക്കിയ വേദനയിൽ നിന്നുള്ള മുക്തിയാണ് നാം ശ്രമിക്കുക. എന്നാൽ ലാഭനഷ്ടങ്ങളും സുഖദുഃഖങ്ങളും പ്രകൃതിയുടെ സ്വാഭാവിക ചലനങ്ങളാണെന്ന് അറിയാൻ നഷ്ടത്തെ സമചിത്തതയോടെ അനുഭവിക്കൽ മാത്രമാണ് വഴി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്.